إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وقال تعالى إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വിശുദ്ധ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവേ, നിയമനിർദ്ദേശനത്തോ വിധിവിധാനത്തോ എല്ലാത്തിനെയും പാലനാക്കിയിട്ട് യഥാർത്ഥമായ മുത്തഖിയെ മുഅ്മിനായിട്ട് ജീവിച്ചിട്ട് മരിക്കൂ. എല്ലാവരും പ്രയത്നം കൊടുത്തിട്ട് ഒന്നാമതായിട്ട് നമ്മെ നഫ്സിനെ മറക്കാണ്ട് എല്ലാവരും വസിയത്താണ്. ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും അവന്റെ മുത്തഖിയായ അടിമയായിട്ട് ജീവിക്കും തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഒത്തുചേരിയ പോലെ തന്നെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഒത്തുചേരുവാൻ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ മക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമ്മ പുണ്യമുള്ള ഒരു തിങ്കളുടെ മുട്ട കടിച്ചുകൊണ്ടുള്ളൂ. ഞങ്ങളുടെ മുട്ട കടിച്ചുകൊണ്ടുള്ള ആ തിങ്കൾ അതേ ചിത്രത്തിൽ
ദുൽഹിജ്ജ ചൊല്ലുമ്പത്തേക്ക് ആരംഭത്തെ 10 നാളിൽ വലിയ പോരിശാക്കപ്പെട്ട ശ്രേഷ്ഠമേറിയ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലു ചൊമ്മ കാര്യത്തിലെല്ലാം പുണ്യത്തെ വെച്ച് ശ്രേഷ്ഠത്തെ വെച്ച് മനുഷ്യന്മാരിൽ ചെമ്മത്താളന്മാരിൽ ഒരു വിഷയത്തോ ശ്രേഷ്ഠത്തെ ഉള്ളതായിട്ട് കാണാം. ആയെങ്കില ഇസ്ലാമിന് ഒരു കാര്യ ഒരു അമലി ശ്രേഷ്ഠമായത് പുണ്യമുള്ളത് ആവുന്നുണ്ടായെങ്കിൽ അത് അള്ളാഹുനെ പഠിപ്പാടി എന്തെങ്കിലും മാത്രം ഒരു കാര്യം ഇസ്ലാമിൽ പുണ്യമാവും. സ്വന്തം ഇഷ്ടം പോലെ അത് നല്ലതല്ലേ ഇത് നല്ലതല്ലേ ചെന്ന് ആകുകൊള്ള അനുമതി പെർമിഷൻ ഇസ്ലാമിൽ കൊറിയ നിങ്ങൾക്ക് അല്ലാഹു ശ്രേഷ്ഠത കൽപ്പിച്ചതാണ്. അല്ലാഹു സൂറത്ത് തൗബയിൽ പഠിപ്പാട് ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റ അല്ലാഹു മുട്ട തിങ്കളുടെ കണക്ക് 12 വർഷം ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു ഒരു കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും അതിൽ 4 തിങ്കൾ പവിത്രമായി. ഇത് അല്ലാഹു ഒരു കിതാബിൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. നബിയുടെ ഉമ്മത്തിനെ സൃഷ്ടിച്ച പിന്നല്ല, ഞങ്ങളെ സൃഷ്ടിച്ച പിന്നല്ല, ആകാശഭൂമിയിൽ എപ്പോ സൃഷ്ടിച്ചതാവണോ അപ്പം എഴുതി വെച്ചത്. ആ 4 തിങ്കൾ ഏതല്ല? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. 3 തിങ്കൾ ഒട്ടുകയിട്ട് പഠിച്ചു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. പിന്നൊന്നു റജബ്. റജബ് ചെല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തന്നത് ജുമാദിലെയും ശഅബാനിലെയും നടുവിൽപ്പെട്ട റജബ്. അപ്പൊ ആ വിഷയം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കും. തിങ്ങളുണ്ട് കൊറിയ പുണ്യമുള്ള പോലീശുള്ള ശ്രേഷ്ഠമായ തിങ്കൾ. അതിൽ ഏതൊരു അല്ലാഹു റബീഉൽ അവ്വൽ അല്ലെങ്കിൽ നമുക്ക് ചെന്തത് ഖുർആൻ ചൊല്ലുമ്പോട്ടും നിസ്സാസം ഹദീസ് ചൊല്ലുമ്പോട്ടും ഞങ്ങൾ റായത്തിൽ മിലാദ് നബി ആചരണ പോലീസായിട്ട് കാണ്ടോ റബീഉൽ അവ്വൽ അതിന് എഴുതി. അത് പ്രത്യേകമായി ഈ സമയത്ത് അർത്ഥം. അപ്പൊ ഈ 3 തിങ്കൾ ഹജ്ജുമായി സംബന്ധപ്പെട്ട തിങ്കൾ 3 ദുൽഖഅദ, ദുൽഹിജ്ജ, പിന്നെ മുഹറം. ഈ 3 തിങ്കളിൽ ഒന്നോ ദുൽഖഅദ ചൊമ്മറായത്തിൽ നിന്ന് മക്കത്തേക്ക് ഹജ്ജാക്ക് 10 പോണ്ട് തിങ്കളേക്ക് ദുൽഖഅദ. പിന്നെ ദുൽഹിജ്ജ ഹജ്ജിലെ അമലുള്ള തിങ്കൾ, ഹജ്ജ് കർമ്മ ആകൃതി. പിന്നെ മുഹറം ആളന്മാർ ഹജ്ജെല്ലാം ആക്കിച്ച് അങ്ങനെ റായത്തിൽ പെറോ പോണ്ട് റിട്ടേൺ പോണ്ടതായി തിങ്കൾ. അതുകൊണ്ട് ഈ 3 തിങ്കൾ അവിടെ സ്പെഷ്യൽ പ്രത്യേകമായിട്ട് കണക്കാക്കപ്പെട്ടു. ഈ 3 തിങ്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയ്ക്ക് അതിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ളത് കണക്ക് പ്രകാരം 4 ദുൽഹിജ്ജ തുടങ്ങി. കഴിഞ്ഞ വാർത്ത ഹുത്തുബയിൽ കേൾപ്പിക്കുവാൻ ആരെങ്കിലും ഉദൂഹിയത്ത് ഖുർബാനി കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന ആ മനുഷ്യ ആ വ്യക്തി ദുൽഹിജ്ജക്ക് പ്രവേശിച്ച പിന്നെ ദുൽഹിജ്ജ തിങ്കൾ ഞങ്ങൾക്ക് പ്രവേശിച്ച പിന്നെ ഞങ്ങൾ അതിന് പ്രവേശിച്ച പിന്നെ ഉഗുരെടുക്കും തീര, മുടിയെടുക്കും തീര, തടിയുടെ ഒരു തോലും കൂടെ കെട്ടക്കെടുക്കും തീര. എവിടത്തോളം? അർക്കിലോടത്തോളം, കുർബാനി കൊടുക്കലോടത്തോളം. ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരാമർശിച്ച നാളുകൾ ഖുർആൻ 2 ജാഗ അല്ലാഹു
ഈ നാളിനെ പരാമർശിച്ച ചെന്ന പടിപ്പാടികൾ. ഒന്ന്, സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്ത്, ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. ഇതിലെ ويذكروا اسم الله في أيام معلومات, അറിയപ്പെട്ട് ആ നാളുക അതിൽ നിങ്ങൾ അല്ലാഹുവിനെ നെനപ്പാക്കൂ. കൂടെ അങ്ങനെ ചെന്നത് അതിന് ഉദ്ദേശ ദുൽഹിജ്ജ തിങ്കളുടെ ആരംഭത്തെ 10 നാളേക്ക് വേണ്ടി ഇബ്നു അബ്ബാസ്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുമ, പിന്നെ താബി പണ്ഡിതന്മാരെല്ലാം ചൊമ്മ പണ്ഡിതന്മാരെല്ലാം പഠിപ്പാടിതൈతే ഇബ്നു കതീർ തഫ്സീറിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ അയ്യാമി മാലൂമാത്ത് ചെന്നകളെ ഉദ്ദേശ ദുൽഹിജ്ജ തിങ്കളുടെ ആരംഭത്തെ 10 നാൾ. ആ നാൾ അല്ലാഹുവിനെ ചുമ്മാ നെനപ്പാക്കണം. അതിലൊട്ട് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അല്ലാഹു തന്നോ ബഹീമത്തുൽ അൻആം, ആട് മാട് ഒട്ടക ചെല്ലില്ലേ, ആടും പയ്യും പിന്നോണ്ട്, ഇതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ബലി കൊടുക്കും. എന്നിട്ട് വഖുലൂ മിൻഹാ, അതിൽ നിന്ന് നിങ്ങൾ തിന്നൂ, വഅത്ഇമൂ, നിങ്ങൾ തിന്മാട്ടൂ, അൽ ബാഇസ് അൽ ഫഖീർ, ഒന്ന് നിർഗതികന്മാർക്കും പാവപ്പെട്ട അൻകും തിന്മാട്ടും, നിങ്ങൾ തിന്നോർക്കും തിന്മാട്ടും. അപ്പൊ കുർബാനി അർത്ഥങ്ങള് സ്വന്തമായിട്ട് തിന്നലല്ല, അതിലെ പാവപ്പെട്ടങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിക്കണം. ചില വിഷയം കൂടെ അർത്ഥാക്കുക സാധ്യമാവും. പിന്നെ അല്ലാഹു രണ്ടാമത്തെ ആയത്തോടെ ഈ വിഷയത്തിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, അപ്പൊ ഫജ്റിന്റെ മേലാണ്, 10 ജാമുകളുടെ മേലാണ് ആണേക്ക് അല്ലാഹു സൂറത്തുൽ ഫജ്റിൽ ചേർക്കണം. വലയാലിൻ അശ്ർ, ഇബ്നു കതീർ റഹിമഹുല്ലാഹുവിന്റെ തഫ്സീറിൽ ചേർത്ത അൽ മുറാദു ബിഹാ, ഇവിടെ വലയാലിൻ അശ്ർ ചെന്നതിൽ അവിടെ ഉദ്ദേശം എന്തോ അശ്റുൽ ഹിജ്ജ, ദുൽഹിജ്ജ തിങ്കളുടെ ആരംഭത്തെ 10 നാൾ. ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ, മുജാഹിദ് അതല്ലാത്ത പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പാടി തരണം. അപ്പോൾ ആ 10 നാൾ ചെന്ന് വലയാലിൻ അശ്ർ ദുൽഹിജ്ജയുടെ 10 നാൾ ചെന്ന് കൂടെ പ്രത്യേകമായി മനസ്സിലാക്കൂ സാധ്യം. പിന്നെ അല്ലാഹു ചെന്ന വശഫഇ വൽ വത്ർ, ഷഫഉം വത്റിനെ ആണിട്ടുള്ള, അതായത് ബസസംഖ്യയുടെ മേലും അതേപോലെ സമസംഖ്യയുടെ മേലും അല്ലാഹു ആണിട്ട. ഇബ്നു കതീറിനെ ഇത് എന്തിനെ ഉദ്ദേശിക്കുന്നത്? അന്നൽ വത്റ യൗമ അറഫ, വണ്ടി നാൾ ചെന്ന് വത്ർ ചെന്നില്ലേ, അതിന്റെ ഉദ്ദേശ യൗമുൽ അറഫ, അതായത് ദുൽഹിജ്ജ തിങ്കളുടെ 9-ാമത്തെ നാൾ. ലകൗനിഹി താസി വഅന്ന അശ്ശഫഅ, ഇത് ശഫഅ ചെന്നതിലോ യൗമുൻ നഹർ, ലകൗനിഹി ആശിർ, അത് ബലി കൊടുക്കുന്ന നാള് അല്ലെങ്കിൽ പെരുന്നാളിന്റെ നാൾ. അതായത് ശഫഅ ചെന്ന ഉദ്ദേശം ഇബ്നു അബ്ബാസ്, ഇക്രിമയും വഹാക്കും ഇങ്ങല്ല റഹിമഹുല്ലാഹു റളിയല്ലാഹു അൻഹും അജ്മഈൻ എല്ലാവരും ചെന്നതായി ഇബ്നു കതീർ റഹിമഹുല്ലാഹ് പഠിപ്പാടി. അപ്പൊ അതായത് ആ 10 നാളുകളും ശ്രേഷ്ഠത്തിൽ വിശദമായി ഖുർആനിൽ ചെന്നത് അതിന്റെ മുഫസ്സിരീങ്ങൾ വിവരണം. ഏത് ഏറ്റവും ശ്രേഷ്ഠമായ നാൾ? ഈ വിഷയത്തിൽ ഇബ്നു കതീർ റഹിമഹുല്ലാഹ് ചൊല്ലി ഒട്ടായി എല്ലാ അമലും പണ്ട് നാളുക, വേറെ നാളേതില്ല, എല്ലാ അമലും ഒട്ടേക്ക് പണ്ടത്. വബിൽ ജുംലതി ഫഹാദൽ അശ്റു ഖദ് ഖീല ഇന്നഹു അഫ്ദലു അയ്യാമിസ് സന, ഈ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാളുക. കമാ നതഖ ബിഹിൽ ഹദീസ്, അതിലെ വിഷയത്തിൽ ഹദീസിൽ വന്നതുപോലെ
ففضله كثير على عشر رمضان الأخير എവിടത്തോളം ചെന്നെങ്കിൽ റമദാന്റെ അവസാനത്തെ 10 ശ്രേഷ്ഠമായത്. ഞങ്ങളെല്ലാവരും റമദാന്റെ അവസാനത്തെ 10 ഇത്തികാഫ് വെച്ചിട്ടും പള്ളിയിൽ കൂടിയിട്ടും ഭാര്യ ഇബാദത്തുൽ മുഗ്ര ആയെങ്കില ഈ ആദ്യത്തെ ദുൽഹിജ്ജ 10 നാളിൽ വലിയ അമലാക്കും, വലിയ ആളന്മാർ, ചുമത്താളന്മാർ ആവേശം കാട്ടില്ല, റമദാന്റെ ആവേശം ഇവിടെ കണ്ടില്ല. അതേപോലെ കൂടെയും അല്ലാഹു പുണ്യം കൽപ്പിച്ചതാ. അതുകൊണ്ട് ആ വിഷയത്തെ പ്രത്യേകമായി മനസ്സിലാക്കണം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി ഫത്വൽ ബാരിയിൽ ചെണ്ട് വല്ലദി യദ്ഹറു അന്ന السبب في امتياز عشر الهجة لمكان اجتماع أمهات العبادة فيه. അതായത് ഈ 10 നാളിൽ ആറ് ശ്രേഷ്ഠത പറയാനുള്ള കാരണം എന്തിനു കൊണ്ടുണ്ടാ? എല്ലാ ഇബാദത്തും വേണ്ടത് കൊണ്ടെത്തും. എല്ലാ ഇബാദത്തും ആ 10 നാൾ ഒട്ടുചേര കൊണ്ടെത്തു. ഏതല്ല വഹിയ സ്വലാ, നിസ്കാരം, വസ്സദഖത്തു സദഖ, വൽ ഹജ്ജു ഹജ്ജ്, വലാ യതഅദ്ദാ ദാലിക ഫീ ഗൈരിഹി. ഈ 10 നാളല്ലാണ്ട് വേറെ ഏത് നാളിലും ഇങ്ങനെ എല്ലാ അല്ലാഹു നമുക്ക് പഠിപ്പാടിയ അമലും ഒട്ടായിട്ട് വേണ്ട നാളില്ല. ചെറുനക്ക് ഇവിടെ പഠിപ്പാട്ടത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി പഠിപ്പാട്ടത് ഫത്വൽ ബാരി മനസ്സിലാവും. ഈ 10 നാളിൽ എന്താക്കാം? സദഖ കൊടുക്കാം, നോമ്പടിക്കാം. 10ാമത്തെ നാൾ നോമ്പടിക്കുകയില്ല, പെരുന്നാളായിരുന്നു. അതേപോലെ സക്കാത്ത് കൊടുക്കാം, സക്കാത്ത് നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ എല്ലാ അമലും ആ 10 നാളിൽ ഒട്ടുചേർന്ന് ഈ 4 അമലിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൽ അമലു ഫി അയ്യാമിൽ അശ്രി. ഈ 10 നാളിൽ എത്ര ശ്രേഷ്ഠമായ അഫ്ദലുൽ അമലി ഫി ഹാദിഹി. ഈ 10 നാളിൽ അമലിൽ എത്ര ശ്രേഷ്ഠത ഉള്ള അമൽ വേറെ ഏത് നാളിലുമില്ല. ഖാൽ വൽ ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കപ്പെട്ടത് ജിഹാദുമില്ല നബിയെ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാക്കുന്ന സമര, അതും കൂടെ ഈ 10 നാളിലാക്കുന്ന അമലിന്റെ സ്ഥാനത്ത് എത്തല്ലേ. നബി ചത്തു വലൽ ജിഹാദ്, ജിഹാദ് എത്തില്ല. ഇല്ലാ റജുൽ ഖറജ യുഹാതിറു ബിനഫ്സിഹി വമാലി ഫലം യർജി ബി ഷൈ. ആയെങ്കിൽ ഒരാൾ അവന്റെ സ്വന്തം തടിയോട് കൂടെ, അവന്റെ സമ്പത്തോട് കൂടെ യുദ്ധരണാങ്കണത്തിൽ എഴുന്നേറ്റ് അവിടുത്തെ അവന് സമ്പത്തും എടുത്തോണ്ട് അവന് സ്വന്തം തടിയും എടുത്തോണ്ട് പിറവ് വന്നില്ല, അവിടെ ഷഹീദായി പോയ അവന്റെ മുറ്റത്തു അവിടെ കാര്യങ്ങൾ വലിയ അതിനേക്കാളും വലിയ സ്ഥാനമാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ജിഹാദാക്കി വന്നെങ്കിൽ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടിരിക്കരുത് ഈ 10 നാളിലാക്കണം. ഇന്നൊരു ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലൽ അമലു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അതായത് ഏറ്റവും ശ്രേഷ്ഠമായ, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട നാളുകൾ ചെന്നെങ്കിൽ 10 നാള്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെന്നെങ്കിൽ 10 നാളിലാക്കുന്നത്. അതുകൊണ്ട് തുബഖീറു, നിങ്ങൾ യാറാക്കണം, യാർ ചെല്ലറു ഫിഹാ മിന തഹ്ലീൽ, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാർ ചെല്ലറു, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് യാർ ചെല്ലറു. തഹ്ലീലും തഹ്മീദും നിങ്ങൾ യാറാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് യാറാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ ബായിൽ നിന്ന് ഗീബത്ത് ചെല്ലൽ ഗുണമുണ്ടല്ല, ഞങ്ങളുടെ ബായിൽ നിന്ന് നമീമത്ത് ചെല്ലൽ ഗുണമാണ്. ആരാരും ദൂരിയോട് നടക്കുന്നത് ഗുണമാണ്, ആരാരും പറയുന്നത് ഗുണമാണ്, ആളന്മാരെ പരിഹാസ്യാക്കുന്നത് ഗുണമാണ്, ആളന്മാരെ കളിയാക്കിട്ട് നീച്ചമാക്കുന്നത് ഞങ്ങൾ ഗുണമാണ്. ഗുട്ടങ്ങി 10 നാളിൽ മുട്ടത്തു, അത് ഒരു പരിശീലന, ഒരു ട്രെയിനിങ് കിട്ടിയിട്ട് ഞങ്ങൾ ലൈഫ് ലോങ് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹറാമായ ഒരു പ്രവൃത്തി പറഞ്ഞില്ല. എത്ര ആളുമാർ ഹറാമിൽ മുങ്ങിക്കൊല്ല. മൊബൈലില് ഇടീ നാളതിലെ ഒരു ഖുർആൻ മുതൽ നേരെയില്ല. മൊബൈലിലെ ആപ്പ് ഉണ്ട്, മറുത്തോട്ട് നോക്കില്ല, ഷോർട്ട് നോക്കി തീർക്കോ. ഷോർട്ട് നോക്കുന്നത് എല്ലാവരും വേണ്ടത് നോക്കാം, അഗത്യമുള്ളത് നോക്കാം. ഖുർആനിന്റെ സ്പീച്ച് വേണ്ടത്
നിങ്ങളുടെ ജീവിതത്തിൽ ഫായതുള്ളത് നോക്കല്ലാണ്ട് അനഗത്യമായത് ടൈം വേസ്റ്റ് ആക്കൂ. യൂട്യൂബ് നോക്കിയിട്ട് അതും ഇതും നോക്കിയിട്ട് ഞങ്ങ ഇടീ നാള് വേസ്റ്റ് ആക്കണ്ട. 10 നാളുകളെ സിദ്ധത നടത്തോളൂ. എന്റെ പ്ലാൻ ആക്കോളൂ. നാളെ പിന്നെ നാള് ഏത് ഹറാമും പോകണ്ടില്ല. നാളെ പിന്നെ നാള് ಬೆಳಕು ಪ್ರವೃತ್ತಿಯಾಗಿ ಹೋಗಲಿಲ್ಲ. ನಾವು ಸೂಕ್ಷಿಕೊಂಡು ನಾವು ಕೊಂಡದ್ದು ಎತ್ತರ ಮಾಲಮಾರು ನರಗತ್ತು ಬೈ ಎತ್ತುವಾರಿ. ನಾವು ಕೊಂಡದ್ದು ಎತ್ತರ ಮಾಲಮಾರು ನರಗತ್ತು തീരു ബൈ കത്തുവാരി. കബറിലെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളെ നാവുകളെയും ഞങ്ങളെ കൈകളെയും ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ തടിയിലെയും ഞങ്ങൾ നരകത്ത് തീയിലിന്റെ സലാമത്താക്കുന്നുണ്ടായി പ്രവൃത്തിയാക്കണം, അമലാക്കണം മുഅ്മിനീങ്ങളെ. അതേപോലെ ഈമാന്റെ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ചെന്നത് അല്ലാഹു നബി ചെന്നത് ജിഹാദായിരിക്കും. ഖാല സുഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് കേൾക്കപ്പെട്ടത് എന്തിനാണ് അഅമാലി അഫ്ദൽ, അമൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഏത് നബിയെ? ഖാല ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ ഈമാൻ കൊണ്ടത് വിശ്വാസം വയ്ക്കുന്നത്, വറസൂലി റസൂലിന്റെ മേൽ വിശ്വാസം വയ്ക്കുന്നത് ഏറ്റവും നല്ല അമൽ. ഖീല തുമ്മ മാദാ, ഇതിൽ കേൾക്കപ്പെട്ടത് നബിയോട് ഏതായിരിക്കും? പിന്നെ ഖാല ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാക്കുന്ന ജിഹാദായിരിക്കും. ഖീല തുമ്മ മാദാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കപ്പെട്ടത് അതിൽ പിന്നെ ഏതായിരിക്കും അത്യന്ത ശ്രേഷ്ഠമായ അമൽ? ഖാല ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജ്, സ്വീകാര്യോഗ്യമായ ഹജ്ജ്, നബി കാണിച്ചു പോയ ഹജ്ജ്. ആ ഹജ്ജാക്കിലെ അത് ഏറ്റവും ശ്രേഷ്ഠമായ അമല്. ആ പൈക്കി ഒന്നായിട്ട് കൂടെ ആർക്കാക്കുക സാധ്യാവുള്ളൂ. ഹജ്ജിനെക്കാളും പുണ്യ ചെന്നതായ ജിഹാദിന്റെ, ഹജ്ജിനെക്കാളും പുണ്യ ചെന്നതായ ജിഹാദ്, ആ ജിഹാദാക്കിപ്പെട്ടതിനേക്കാളും ശ്രേഷ്ഠമായി ഈ 10 നാളിലാക്കുന്ന അമൽ ചെന്നതിൽ എത്ര വലിയ പുണ്യകരമായ നാളായിരിക്കും കർത്താക്കു സാധ്യവും. ഈ 10 നാല് ഹാജിമാർ ഹജ്ജിന് പോകാൻ 8 ദുൽഹിജ്ജ ഹജ്ജിലെ കർമ്മം സ്റ്റാർട്ട് ആവും. ഹജ്ജിലെ കർമ്മത്തിൽ പ്രതി ഭാഗത്തിലും ഹാജിമാർ ഘോഷണാക്കരോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം തന്നത്, നിനക്ക് ഒരു ശരീക്കുമില്ല. നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം തന്നത് ചെയ്ത് പാടപാട് അല്ലാഹുവിനോട് ചെന്നോണ്ടുള്ള അതായത് ഹാജിമാരോട് ഘോഷണാക്കറോ തൗഹീദിൽ മുങ്ങിത്തുള്ളത് ഹജ്ജ്. മുഅ്മിനീങ്ങളെ, തൗഹീദിൽ മുങ്ങിത്തുള്ളത് ഹജ്ജ്. എവിടെയും ഒരു ശിർക്കിലെ ലാഞ്ചനം കൂടിയില്ല. ശിർക്കിൽ നിന്ന് മുക്തനായിട്ട് എല്ലാ രീതിയിലും മുക്തനായ മനുഷ്യ ഹജ്ജാക്കിട്ട് ബന്ധമില്ല. ഇന്ത്യ ഉമ്മ പെത്ത കീടാവ് എത്ര പാപമുക്തനായിരിക്കാണ്, അത്രയും പാപമുക്തനായിട്ട് ഹജ്ജിൽ പുറപ്പെട്ടത്. അത്ര പുണ്യകരമായ അമലൈത്തിക്കുന്ന ഹജ്ജ് ചില നാർത്താക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മക്കത്ത് പോയിട്ട് ഹജ്ജാക്കുന്നതായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഈ 10 നാളിൽ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല നല്ല പുണ്യകരമാക്കി 10 നാൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആവതാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്, തഖ്വയുള്ളതായി ജീവിക്കണം ചെന്നിട്ട് എല്ലാവരും ഇന്നത്തെ വസിയത്താണ്. അല്ലാഹു നമുക്ക് ജീവിക്കുന്ന തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ ഖുതുബയിൽ ദുൽഹിജ്ജ തിങ്കളിലെ 10 നാളിന്റെ വിഷയത്തിൽ അർത്ഥാക്കിയ പുണ്യകർമ്മ എന്തിനേക്ക് അർത്ഥാക്കിയിടങ്ങ ഈ വർഷത്തിൽ നമുക്ക് ഒരു വേള ഹജ്ജിന് പോകില്ല സാധ്യമായിരിക്കല. മുന്നത്തെ വർഷം അല്ലാഹു നമുക്ക് ഹജ്ജാക്കുള്ളതായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ പ്രായത്തുള്ള
ഹജ്ജിക്ക് പോയ ആ 10 നാളിലെ അല്ല 13 ദുൽഹിജ്ജ 13 പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക. അറഫൽ നിൽക്കുന്നതും അതേപോലെ മിനൽ നിൽക്കുന്നതും മിനൽ തങ്ങുന്നതും അതേപോലെ മുസ്ദലിഫക്ക് പോണ്ടതും മക്കത്തെ പള്ളിയിൽ കഅബയിൽ തവാഫ് ആക്കുന്നതും സഫ മർവ നടുവിൽ സഅയ് ആക്കുന്നതും എന്താ പുണ്യ കർമ്മത്തിൽ അതെല്ലാം മുങ്ങിയിരിക്കണം. റായത്തന ഞങ്ങളെ കൊടുത്ത ആ ഒരു പോലെ അജ്ജും ഇത് റായത്തുള്ള അമൽ അജ്ജിന് പോവാത്ത റായത്തുള്ള ഞങ്ങളെ കൊണ്ട് ആർക്കും സാധ്യ ഒരു അമലുണ്ടാക്കാം. ദിക്ർ ചൊല്ലോ, ദുആ രക്കോ, ಇನ್ನಿತರ ಪುಣ್ಯ ಕರ್ಮത്തിൽ പോകുന്നു. അവരോട് തെച്ചിട്ട് ടൈം വേസ്റ്റ് ആക്കാൻ ഔത്തുൽ തെച്ചിട്ടാവട്ടെ പർദ്ദ തെച്ചിട്ടാവട്ടെ ചെങ്ങായിമാരുടെ ചുറ്റിട്ടാവട്ടെ ടൈം വേസ്റ്റ് ആക്കാൻ. ഒരു ഉംറ ചെന്നുണ്ടല്ലേ എത്ര വലിയ പോലീസ് കൊണ്ടുവന്നു. ഹജ്ജിന് പോയവണു ഹജ്ജ് തമത്തു ആക്കണം. ഹജ്ജിനെയും ഉംറയും ഒട്ടുകാക്കുന്നത് ഹജ്ജ് തമത്തു യാതൊക്കെ നായത്തെ മുടങ്ങൽ അധിയാക്കുക. ചെന്ന് ഒരു നിങ്ങൾ മുടലെ പോണ്ട പോയിട്ട് ഉംറത്തിൽ പ്രവേശിച്ച് ഏഴാമത് പ്രവേശിച്ച് ഉംറാക്കിയിട്ട് പിന്നെ തഹല്ലുലായിട്ട് ഉംറത്തിൽ നിന്ന് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായിട്ട് നിർഗമനായിട്ട് പിന്നെ ദുൽഹിജ്ജ 8 ഇഹ്റാം പ്രവേശിക്കണം. അപ്പൊ അങ്ങനെ ഉംറ ഒന്നാക്കിയാൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ. എവിടത്തോളം ഒരു ഉംറനെ ഈ വർഷത്തിലാക്കിയ ഏഴ് പണ്ട് വർഷം ഉംറാക്കിയ ഈ ജണ്ട് ഉംറനെ ഏഴരത്തെ നാളിലാക്കിയ ദോഷത്തിന് ആ ജണ്ട് ഉംറ പ്രായശ്ചിത്തായിരിക്കും, കഫാറത്തായിരിക്കും. വൽ ഹജ്ജുൽ മബ്റൂർ മബ്റൂറായ ഹജ്ജ് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അല്ലാഹുവിന്റെ പടിപ്പാടി പോലത്തെ ഹജ്ജ് മബ്റൂറായ മഖ്ബൂലായ ഹജ്ജാണെങ്കിൽ സ്വർഗ്ഗല്ലാണ്ട് പ്രതിഫലമില്ല. സ്വർഗ്ഗല്ലാണ്ട് വേറെ പ്രതിഫലമില്ല. സ്വർഗ്ഗത്തിലേക്ക് ഏറ്റവും വലിയ പ്രതിഫലം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഹലാലായ സമ്പത്തായിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഷഹാദത്തിന് പിന്നെ ഏറ്റവും മുഖ്യവും പരലോകത്ത് അല്ലാഹു ഏറ്റവും ഒന്നാമതായി കേൾക്കുന്ന പ്രശ്നം നിസ്കാരം. ആ നിസ്കാരത്തിന് സ്വീകരിക്കണം. ഞങ്ങൾ ആദ്യ ഹജ്ജിൽ അല്ലാഹു കബൂലാക്കണം. സമ്പത്ത് ഹലാലായിരിക്കണം. ഹറാമായ സമ്പത്തിന് ചെലവാക്കി ഹജ്ജിൽ പോയി അല്ലാഹു കബൂലാക്കണം. ഞങ്ങൾ ആയത് തിന്നുമ്പത്തും മക്കൾക്ക് തിമ്പാട്ടുമ്പത്തും ഒരു ബഡ്ഡിയുടെ പൈസ വേണ്ട, ഒരു ലഞ്ചിന്റെ പൈസ വേണ്ട, ഒരു ദ്രോഹാക്കി കളവ് ചെന്നിട്ട് സമ്പാദന അതിൽ നിന്നെല്ലാം മുക്തനായിട്ട് നിർമ്മലമായ സമ്പത്തേക്കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. കഡ്ഡായ നിസ്കാരത്തെ മുട്ടത്തു അതല്ലാണ്ട് കഡ്ഡായ നിസ്കാരം ഓൾറെഡി നിസ്കരിച്ചോടുള്ള ഫർദ് നിസ്കാരം അതിലൊട്ടും ഈ 10 നാളിൽ സുന്നത്ത് നിസ്കാരം യാറാക്കും. ലോഹർക്ക് മുന്നിൽ 4 ഉണ്ട്. ഒരാൾ 2 നിസ്കരിക്കറോ ഈ 10 നാളിൽ പ്രത്യേകമായിട്ട് 4 നിസ്കരിക്കാം, പിന്നെയും 4 നിസ്കരിക്കാം. ഇങ്ങനെ ഏതെല്ലാം റവാത്തിബ് സുന്നത്ത് നഫൽ നിസ്കാരം ഇസ്ലാം പഠിപ്പാടില്ല അത് നിസ്കരിക്കും. 10 നാളിൽ ജാവത്ത് പോലൊന്നു റക്അത്ത് ഖിയാമുൽ ലൈലുണ്ട് ജാവത്ത് നിസ്കാരം അത് നിസ്കരിക്കുക. 10 നാൾ ഹയാത്താക്ക. പിന്നെ 9 നാളിന് നോമ്പും പിടിക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ ദുൽഹിജ്ജ തിങ്കളുടെ 9 നാളിന് നോമ്പ് പിടിച്ചോണ്ടിട്ട് വയൗമ ആശൂറ അതേപോലെ മുഹറം 12 നോമ്പ് പിടിച്ചോണ്ടിട്ട് വതലാലത്തു യൗമിൻ കുല്ലി ശഹർ എല്ലാ തിങ്കളുടെ 3 നാൾ 13 14 15 അറബി ഹിജ്രി കലണ്ടർ പ്രകാരം നോമ്പ് പിടിച്ചോണ്ടിട്ട് ഇതെല്ലാം നബിയുടെ സുന്നത്തായിരിക്കും മുഅ്മിനീങ്ങളെ. അപ്പോൾ ഇസ്ലാം ദുൽഹിജ്ജ തിങ്കളുടെ ഒലിമ്പ നാളും നോമ്പ് പിടിക്കുന്നതിന് പ്രോത്സാഹനം നിങ്ങൾക്ക് വേണം പിടിക്കാം. ഏത് കണക്കില് പുണ്യകർമ്മ എന്ന കണക്കില് നോമ്പ് പിടിക്കും ആയില്ല കഷ്ടമുണ്ടായെങ്കിൽ പിടിച്ചിട്ടേ വേണ്ടോ. കഡ്ഡായ അവലെന്തല്ല ആവതുള്ള പിടിക്കാം. ഒലിമ്പരണ്ട് പ്രത്യേകമായ സുന്നത്തുണ്ട്. ഒലിമ്പരണ്ടത്തെ നോമ്പ് പ്രത്യേകമായ സുന്നത്തേക്ക് കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തിസ്അത്തുൽ ഹിജ്ജ എന്ന വാക്യത്തിൽ ഈ ഹദീസിൽ തിസ്അത്തുൽ ഹിജ്ജ
ഒലിമ്പോ ദുൽഹിജ്ജ ഒലിമ്പോ ചെന്നതിലൂടെ ഈ വാക്യത്തിൽ ദുൽഹിജ്ജ ഒലിമ്പോ 4 നാശത്തേക്ക് ഉലമാക്കന്മാർ അർത്ഥം കൊടുത്തത്. ദുൽഹിജ്ജ ഒലിമ്പത്തെ പ്രത്യേകമായ നോമ്പും അറഫല നോമ്പും അതിലുമാകന്മാർ കങ്കാണ് അവരുടെ എല്ലാ വർഷവും അവിടെ അറഫയപ്പ അണ്ടേക്ക് കൂടെ നോമ്പിടിക്കേണ്ടത്. അങ്ങനെല്ലാം കണക്ക് ഞങ്ങൂടെ എപ്പോ ഒലിമ്പൈക്ക് ദുൽഹിജ്ജ പണ്ഡിതന്മാർ ആരത്തെ പണ്ഡിതന്മാർ എല്ലാത്തിനും ക്ലിയർ ആയിട്ട് തന്നരാ ദുൽഹിജ്ജ ഒലിമ്പോ ഞങ്ങൾക്ക് എപ്പൈത്തൂടെ അപ്പൈത്ത് നോമ്പിടിക്കേണ്ടത്. മക്കത്തിൽ എപ്പൈത്ത് ഞങ്ങൾ നോക്കേണ്ടത് അകത്തില്ല. അണ്ട് നോമ്പിടിക്കണം, പിറ്റേ നോമ്പിടിക്കണം, ജണ്ട് നോമ്പിടിക്കൂ. ദുൽഹിജ്ജ അറഫല നോമ്പ് ജണ്ടിന്റെ ഒരേ നാളേക്ക്. അപ്പൊ അത് മനസ്സിലാക്കാം. അതിന് ശ്രേഷ്ഠത എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കപ്പെട്ടത് അറഫ നോമ്പ് വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുകഫിറു സനതൽ മാദിയ വൽ ബാക്കിയ കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരവുള്ള ഒരു വർഷത്തെയും 2 വർഷത്തെ ദോഷത്തെ പാപത്തെ അല്ലാഹു മാഫാക്കി തന്നെ ഒരു നോമ്പ് കൊടുത്തു. അങ്ങനെ പിടിക്കുന്ന ഒരു നോമ്പ് കിട്ട ദോഷത്തെ മാഫെത്തര പ്രതിഫലം 2 വർഷത്തോ കഴിഞ്ഞു പോയ വർഷത്തോ ഇനി മുന്നേ വരവുള്ള വർഷത്തോ 2 വർഷത്തെ ദോഷത്തെ മാഫായിട്ട് കിട്ടോ ഒരു നോമ്പ് അറഫല നോമ്പ് മുഅ്മിനീങ്ങളെ അതിനെ മിസ്സാക്കിരണ്ട. ഞങ്ങൾ 2 വർഷത്തെ ദോഷം മാഫാവട്ട് ബാക്കിയാക്കും. ഞാൻ ഈ പിടിച്ചെങ്കിലും ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ കിട്ട പുണ്യേക്കിക്കേ. പിന്നെ ദിക്ർ തന്നെ ആരച്ചല്ല ഇൻസാൻ ജന്തു ഫഖീറു ഫീന من التسبيح والتحليل والتكبير والتحميد. ഈ 10 നാല് നിങ്ങ യാര തസ്ബീഹ് ചൊല്ലു സുബ്ഹാനല്ലാഹ്, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാര ചൊല്ലു, തക്ബീർ അല്ലാഹു അക്ബർ യാര ചൊല്ലു, തഹ്മീദ് അൽഹംദുലില്ലാഹ് യാര ചൊല്ലു. അതായത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ, ഇഷ്ടപ്പെട്ട ആ പദങ്ങൾ ദിക്റുക അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ ചെയ്യുന്ന കലാം ചെയ്യുന്നത് 4 ദിക്ർ. അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 കലിമത്ത് ലാ യദുറുക ബിഅയ്യിൻ ബദൽ ഏതുകൊണ്ട് തുടങ്ങാം തൊണ്ടയില്ല. ഒന്ന് സുബ്ഹാനല്ലാഹ് കൊണ്ട് തുടങ്ങിയ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി വലാ ഇലാഹ അങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. തുടങ്ങി തീർക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ട ദിക്ർ നയിക്കുന്നത് മനസ്സിലാക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിങ്ങൾ ഈ 10 നാളില് മാർക്കറ്റിൽ പോയിട്ട് ജോർ ശബ്ദത്തിൽ തക്ബീർ ചെന്നോണ്ടാണ്. അതേപോലെ അതിനെ കേട്ടിട്ട് ആളമാറെല്ലാം ചെന്നോണ്ടാണ്. ചെന്നങ്ങൾക്ക് ഹദീസിൽ കാണുക, അതായത് പണ്ഡിതന്മാർ അഭിഷ്യ ആ സ്വഹാബക്കന്മാർ ആക്കിയത് അമലിനെ കാണാൻ സാധ്യം. അതേപോലെ നിങ്ങൾ തൗബയും ഇസ്തിഗ്ഫാറും ഹാലാക്കറോ ഈ 10 നാളില് തൗബ ചെയ്തിട്ട് മടങ്ങുക. തൗബ ചെയ്ത് എന്തൊരു ഫായിദ നിങ്ങൾക്ക്? അത്തായിബിനദ്ദം കമൻ ലാ ദംബ ലഹു. ഖുർആനിൽ തൗബ ചെയ്ത് പശ്ചാത്തലപ്പെട്ട് അല്ലാഹുവിനോട് മാഫ് ചെയ്തിട്ടെങ്കിൽ അവനോ അല്ലാഹുവിനോട് മാഫ് കൊടുക്കുക. അവൻ ഒരു ദോഷമില്ലാത്ത പോലെ ദോഷമുക്തനാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്നു മാജ റിപ്പോർട്ട് ആക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് തൗബ കറ ശുദ്ധിയുള്ളവരെയും തൗബ കറയും അല്ലാഹു ഇഷ്ടപ്പെട്ടു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു തൗബ കറകളെയും ശുദ്ധിയായിട്ടുള്ളവരെയും അല്ലാഹു ഇഷ്ടപ്പെട്ട ചിന്തനക്ക് അല്ലാഹു ഖുർആനിൽ ചെന്നൈത് കാണാൻ സാധിക്കും. ഇനി ഖുർബാനി കൊടുക്കുന്ന വിഷയത്തിൽ എന്തൊരു ചെന്നെങ്കിലും ഓർത്താൽ ആവതുണ്ട് കൊടുക്കുക. ആവതിന്നിട്ടും കൊടുത്തില്ലെങ്കിൽ മൻ കാന ലഹു സഅതുൻ വലം യുദഹി ഫലാ യഖ്രിബന്ന മുസല്ലനാ. ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടിയിട്ട് എന്തൊരു ചെന്നെങ്കിൽ ഓർത്തക്ക് ഖുർബാനി കൊടുക്കുക. ആവതുണ്ട്, സാമർത്ഥ്യം ആർത്ഥികമായി ഓക്കെയാവണോ, എന്നിട്ടും അവന് ഉലൂഹിയത്ത് കൊടുത്തില്ലെങ്കിൽ ഖുർബാനി കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ മുസല്ലക്ക് പെരുന്നാൾ നിസ്കരിക്കുക വരണ്ട. അതായത് അവന് കൊടുക്കും സാമർത്ഥ്യത്തിന് അവന് കൊടുക്കും ഉദ്ദേശിച്ചിട്ടില്ല, നീയത്താക്കിയിട്ടില്ല, അനന്താളന്റെ മുസല്ലക്ക് വരണ്ട. ഞങ്ങൾക്ക് ഈ നാളില് ചെറിയത് ഒരാളെ മുഖം നോക്കി ചിരിക്കുന്നത് കൂടെ പുണ്യല്ലേ? ഒരാളെ മുഖം നോക്കിയിട്ട് ഒരു മുകുൾ അതും പുണ്യേക്കിക്കറി. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏതൊരു പുണ്യകർമ്മത്തെ നല്ലത് നിങ്ങൾ വിടണ്ട, തുച്ഛമായിട്ട് കാണണ്ട.
വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. ഒരു നിങ്ങളോ സഹോദരൻ മുഖം നോക്കിയിട്ട് ചിരിക്കുന്നത്, നല്ല ഒരു രീതിയിൽ മുഖം നോക്കിയിട്ട് അസ കാട്ടാൻ നല്ല രീതിയിൽ അവിടെ കണ്ടുമുട്ടത്, അതും പുണ്യമുണ്ട്. അതായത് ഗുണണ്ട. അതെന്തിനാ ഞങ്ങൾ ചിരിക്കണോ? എന്തൊക്കെ അങ്ങനെ ആക്കണോ? നിങ്ങൾ അങ്ങനെ ആലോചന ആക്കണം. നല്ല ഉദ്ദേശിച്ചിരിക്കൂ. ഔദ്യോഗിക പോയിട്ട് ആളന്മാരോട് ചിരിക്കൂ, കുടുംബത്തങ്ങളോട്ട്, ഭർത്തൽ ചങ്ങായിമാരെ കണ്ടെങ്കിലും ഫാമിലി മെമ്പർമാരെ കണ്ടെങ്കിലും പുഞ്ചിരിൽ മണക്കുന്നത് അത് പുണ്യം മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 നാളിൽ പുണ്യകർമ്മത്തിൽ മുഴുവനും എല്ലാവർക്കും ആവതാക്കി തരട്ടെ. അല്ലാതെ ഖുർആന്റെ എക്സാം ആയിരിക്കും 30 താരീഖ്. നിങ്ങൾ എല്ലാവരും അല്ലാതെ ഖുർആന്റെ ബുക്ക് എടുത്തിട്ട് എല്ലാവരും അല്ലാതെ ഖുർആന്റെ എക്സാം 13ാമത്തെ അന്തത്തെ എക്സാം എന്തും തയ്യാറാവണം. അല്ലാഹുവിന്റെ മുട്ട ഖുർആൻ പഠിക്കുന്നത് വലിയ പോലീഷോട് വലിയ ശ്രേഷ്ഠതയുള്ളൂ. അതിനർത്ഥമാക്കിയിട്ട് അല്ലാതെ ഖുർആന്റെ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ആക്കും എല്ലാവരും തയ്യാറാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലുള്ള മുഅ്മിനീങ്ങ മുത്തഖീങ്ങ സഹോദര സഹോദരിമാർ, ഉമ്മമാർ, അപ്പമാർ, ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നല്ല നല്ല തായ്മാർ, ഉലമാക്കന്മാർ മരണപ്പെട്ടു പോയ അല്ലാഹു ഞങ്ങളെല്ലാവരെ ഖബറിൽ വെളിച്ചാക്കിയിട്ട് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആരുടെ സീക്കിൽ ബാധിച്ചിട്ട് കഷ്ടപ്പെട്ടുള്ള ഞങ്ങളെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നല്ല നല്ല മനുഷ്യന്മാർ, നല്ല നല്ല ആളന്മാർ കഷ്ടപ്പെട്ടോടും സീക്ക് ബാധിച്ചിട്ട് ക്യാൻസർ പോലത്തെ, അതേപോലെ കിഡ്നി ഫെയിലായ പോലത്തെ ഔത്തരപർത്തിയിലേവാത്ത മാറൊക്കെ രോഗം ബാധിച്ചിട്ട് കഷ്ടപ്പെട്ടുള്ള മുഅ്മിനീങ്ങ മുസ്ലിമീങ്ങ അല്ലാഹു എല്ലാവരെ സീക്കറയും ശിഫാവും ആജിൽ കൊടുത്ത് ആഫിയത്തിനും ആരോഗ്യത്തിനും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، دمر أعداءنا وأعداء الدين. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. قوموا إلى صلاتكم يرحمكم الله.